എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഡയബറ്റിസ്, പ്രമേഹത്തിന് ഇൻസുലിനും മരുന്നുകളും കഴിക്കുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ ഇംഗ്ലീഷ് മരുന്നില്, ഇംഗ്ലീഷ് അലോപ്പതിയില് ശരിക്കും ഡയബറ്റിസ് ക്യൂറബിൾ അല്ല, ദാറ്റ് ഈസ് ഡയബറ്റിസ് നമുക്ക് ചികിത്സിച്ച് തീർത്തും മാറ്റാൻ പറ്റുന്ന, മരുന്ന് വെച്ച് തീർത്തും മാറ്റാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നു. മരുന്ന് വെച്ച് തീർത്തും മാറ്റാൻ പറ്റുന്നതല്ല എന്ന്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ക്രോണിക് ഡിസീസസ്, അതായത് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളാണ് ശരിക്കും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഇംഗ്ലീഷ് മരുന്നൊന്നല്ല, ഒരു മരുന്നും വെച്ച് പറ്റൂല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇവൻ ആരെങ്കിലും പറഞ്ഞാൽ മരുന്ന് വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോൾസ് അഡ്വർടൈസ്മെന്റ് ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ ലോയ്ക്ക് തന്നെ അങ്ങനെയുണ്ട്, ഇന്ന അസുഖങ്ങൾക്ക് ചികിത്സിച്ചാൽ മരുന്ന് വെച്ചാൽ മാറില്ല എന്ന്. പക്ഷെ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഇത് മാറാ രോഗമാണെന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇപ്പം നമുക്ക് പണ്ട് അത്ര വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പം നമുക്ക് വളരെ ക്ലിയർ ആണ്, ഇത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. 100% ഡയബറ്റീസിലെ ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് ജീവിതശൈലി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ടൈപ്പ് 2 ഡയബറ്റീസ് മാറ്റാൻ പറ്റും. ഈ ടൈപ്പ് 2 ടൈപ്പ് 1 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളുടെ ജീവിതശൈലിയിലെ ചില വ്യതിയാനങ്ങൾ വരുത്തി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഫങ്ഷൻ ചെയ്യുന്നില്ല പ്രോപ്പർലി, അത് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ ഫങ്ഷൻ ഉള്ളവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ കംപ്ലീറ്റ് പോയി, ഇപ്പൊ പാൻക്രിയാസ് എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ പാൻക്രിയാസിന് രോഗം വന്ന് പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസ് എല്ലാം പോയി, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇൻസുലിൻ എടുത്തേ പറ്റൂ, ഇൻസുലിൻ മാത്രം. അതും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ മാത്രമേ പറ്റുള്ളൂ, മറ്റുള്ള മരുന്നുകളൊന്നും കൊണ്ട് കാര്യമില്ല. മറ്റുള്ള നമ്മൾ ഈ മരുന്നുകൾ കഴിച്ച് പോകുമ്പോഴേക്കും നമ്മൾ കൂടുതലും ഈ മരുന്നുകളെല്ലാം നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂട്ടിയാണ് മാനേജ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ കൂടുന്നതിന്റെ കോംപ്ലിക്കേഷൻസും കൊണ്ട് നമ്മളെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്ന അതാണ്. ഇപ്പം ഡയബറ്റീസിന് മരുന്ന് എടുക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു നേരത്തെ മരുന്ന് എടുത്തില്ലെങ്കിൽ അപ്പോഴേക്കും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കൺട്രോൾ ആവുമെന്നും അറിയാം. അപ്പൊ അതിന്റെ ഒരു സയന്റിഫിക്കലി എങ്ങനെ ഫുഡ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സയന്റിഫിക്കലി എങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിനോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളും വെച്ചാണ് നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റൽസ് നിറഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ ആൾക്കാർ കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിറഞ്ഞിരിക്കുക മാത്രമല്ലല്ലോ, ആൾക്കാർ കഷ്ടപ്പെടുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എല്ലാം ഈ ഡയബറ്റീസും അതനുബന്ധിച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻസും വെച്ചാണ് ഒരു 80 to 90% ഈ ഹോസ്പിറ്റൽ അഡ്മിഷൻസും ഒക്കെ വേണ്ടി വരുന്നത്. അതിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, നമ്മൾ മനസ്സ് വെച്ചാൽ. ഇപ്പം ഇതില് വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, ഈ ഡോക്ടറിനോട് ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാന്ന് പറയുമ്പോൾ ഉള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രോഗങ്ങളെ പറ്റിയും ചോദിക്കാമെന്നാണ്. പക്ഷെ ഇന്ന് നമ്മുടെ വിഷയം പ്രമേഹമായതുകൊണ്ടും ഈ വിഷയത്തിന്റെ പുറത്തുള്ള ചോദ്യങ്ങൾക്കാണ് ഇന്ന് നമ്മൾ പ്രസക്തി ഉള്ളത്. അപ്പം പിന്നെ ഉള്ളത് ഇൻസുലിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഈ ഇൻസുലിനെ പറ്റി പറയുമ്പോൾ പൊതുവെ ഉള്ള ധാരണ എന്താന്ന് വെച്ചാൽ, ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം ഉണ്ടാക്കുന്ന ഇൻസുലിൻ ആണ്. അതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുക്കുമ്പോൾ അതും നമ്മുടെ ശരീരത്തിലെ ഉള്ള ഇൻസുലിനും ഒന്നാണ് എന്നുള്ളതാണ് പൊതുവെ ഉള്ള ധാരണ. അത് ശരിയാണോ?
ഇൻസുലിൻ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ ഇപ്പം നമ്മൾ ആദ്യകാലത്ത് നമ്മൾ ഇൻസുലിൻ എടുത്തിരുന്നത് പോക്ക് ഇൻസുലിൻ ആയിരുന്നു. അതായത് പന്നിയിൽ നിന്നുണ്ടാക്കുന്ന ഇൻസുലിനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ബയോടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അതിന് നമ്മൾ ഈക്കോളെ ബാക്ടീരിയ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിപ്പിച്ച് അതാണ്. അപ്പൊ ഹ്യൂമൻ ഇൻസുലിൻ തന്നെ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് അതാണ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മാർക്കറ്റിലുള്ളതിന്റെ ഒരു നല്ല ശതമാനം അതിൽ കുറെ മോഡിഫിക്കേഷൻ വരുത്തി ഇൻസുലിൻ അനലോഗ്സ് ആണ്. ഇൻസുലിന് തന്നെ അതിനൊരു ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഹോർമോൺ ആണ്. അപ്പൊ അതിനകത്ത് ചില അമിനോ ആസിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് അതൊക്കെ പേറ്റന്റ് ഓറിയന്റഡ് ആയിട്ട്, അതായത് കമ്പനികൾക്ക് അവരൊരു ചേഞ്ച് ഉണ്ടാക്കി അവർക്ക് അതിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡോളജി ആണെന്ന് കൂട്ടിയാൽ മതി. കൂടുതലായിട്ട് ബേസിക്കലി ഏറ്റവും നല്ലത് ഹ്യൂമൻ, ഒരു വ്യത്യാസവും വരുത്താത്ത ഹ്യൂമൻ ഇൻസുലിൻ എന്നുള്ളതാണ് കൂടുതൽ. പക്ഷെ ഇന്നിപ്പോ ഇവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഹ്യൂമൻ അനലോഗ്സ് ആണ്. അപ്പൊ അനലോഗ്സ് ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് നമ്മളുടെ ബോഡി ഇമ്മ്യൂൺ റിയാക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഒന്ന്, എല്ലാ ഡയബറ്റിക് പേഷ്യൻസും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുക, ഗുണമല്ല. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പെട്ടെന്ന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫെക്ഷനോ മുറിവോ ഒക്കെ വന്നപ്പം വേണേ എടുക്കാം. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഇൻസുലിൻ കൊടുത്ത് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് കൂടുന്ന പോലെ തന്നെ ദോഷമാണ് ഇൻസുലിൻ ലെവൽ കൂടുന്നത്. ശരിക്കും നമ്മളുടെ ഇൻസുലിൻ ലെവൽ ഒരു 4, 5, 6 നിൽക്കേണ്ടത്. അതിലും കൂടി വരുന്ന അനുസരിച്ച് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുകയാണ് എന്നെ. ഞാൻ പേഷ്യൻസിനെ കാണാറുണ്ട്, ഇൻസുലിൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന 300 ഇൻസുലിൻ ലെവല്. ഷുഗറിന്റെ ലെവല് നമ്മൾ 140 to 70 to 140 നോർമലാന്ന് പറയുമ്പം ഇൻസുലിന്റെ ലെവല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 25 വരെയാണ് മാക്സിമം പോകുന്നത്. അപ്പൊ എത്ര ഡബിളിംഗ് ആണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്ര കൂടുതൽ ഇൻസുലിനുമായിട്ടാണ് പലരും നടക്കുന്നത്. ഇൻസുലിന്റെ അളവ് കൂടുമ്പോൾ നമ്മളുടെ ഇൻഫെക്ഷൻസിന് ചാൻസ് കൂടും, ക്യാൻസറിന് സാധ്യത കൂടും. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മളുടെ ഇവിടെ ഉള്ള ക്യാൻസർ പേഷ്യൻസ് എല്ലാം തന്നെ ഒരു നല്ല ശതമാനം ഡയബറ്റിക് ആയിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി അവർ പ്രീ ഡയബറ്റിക് ആയിരിക്കും, അവരുടെ ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഷുഗർ കൂടുമ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് ക്യാൻസർ പോസിബിലിറ്റിയും കൂടി കൂടുവാണെന്ന് ഓർക്കണം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ. ഇൻസുലിനെ പറ്റി ഉള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഇൻസുലിനും അല്ലാത്ത ഇൻസുലിനുമായിട്ടും അതില് നെക്സ്റ്റ് പോയിന്റ് ഒന്ന്, നമ്മള് ടൈപ്പ് 2 ഡയബറ്റീസോ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിനോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇൻസുലിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കരുത്. രണ്ടാമത്തെ കാര്യം, ടൈപ്പ് 1 പേഷ്യൻസ് അത് മിക്കവാറും കൂടുതലും കൊച്ചു കുട്ടികളായിരിക്കും. അവരിലും നമ്മൾ കഴിയുന്നത് നാച്ചുറൽ ഇൻസുലിൻ, അതായത് ഹ്യൂമൻ ഇൻസുലിൻ തന്നെ, ഇൻസുലിൻ അനലോഗ്സ് എടുക്കാതിരിക്കുകയാണ് ലോങ് ടേമിൽ നല്ലതെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഇപ്പൊ ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. പണ്ടൊന്നും അതൊന്നും അറിയത്തില്ലായിരുന്നു. ചെറിയ മറ്റേതാണെങ്കിൽ ഒരു ചെറിയ ടൈം പീരീഡിന്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. ഫാസ്റ്റ് എത്ര സമയം കൊണ്ട് അതിന്റെ പീക്ക് ആക്ഷൻ വരും, അങ്ങനത്തെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ലോങ് ടൈം എടുക്കുമ്പോൾ കഴിയുന്ന നാച്ചുറൽ ഇൻസുലിൻ, ഹ്യൂമൻ ഇൻസുലിൻ. ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറഞ്ഞാലും അത് ഈക്കോളയാണ് ഉണ്ടാക്കുന്നത്, ബട്ട് ദറ്റ് ഈസ് ഓക്കെ. അതാണ് നമുക്ക് ക്ലോസ് ടു നോർമൽ കിട്ടുന്നത്. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ആള് ഡയബറ്റിക് പേഷ്യന്റ് അല്ല, പക്ഷെ ഇടയ്ക്കിടെ ഷുഗർ വല്ലാതെ കുറയും, 65-70 ആവും. അപ്പം ഫുഡ് കഴിച്ചാല് 80-90. അപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ ഒന്ന് നമുക്ക് ഒബേസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ, അതായത് ഷുഗർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് ഷുഗർ കുറഞ്ഞാലും 90 നിൽക്കുകയാണെങ്കിൽ ദറ്റ് ഇസ് ദ നോർമൽ. ഷുഗർ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരിക, കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസ്, അതായത് ഡയബറ്റീസിന് മരുന്നെടുക്കാതിരിക്കുന്നവർക്ക് ഷുഗർ കുറഞ്ഞു പോവുക എന്ന് പറയുന്നത് 70 താഴെ 60 എത്തി, 60-50 വന്നാലേ മിക്കവാറും പേർക്കും ഷുഗർ കുറഞ്ഞതിന്റെ പേരിൽ ഒരു ക്ഷീണം വരുള്ളൂ. യൂഷ്വലി നമ്മൾ ഒരു ഷുഗർ നിർത്തേണ്ടത് അറൗണ്ട് 100 ആണ്. ഒരു 70
ടു 140 വരെയാണ് ഈവൻ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിലും ഐഡിയലായിട്ട് നിൽക്കേണ്ടത്. അപ്പം ഷുഗർ കൂടാതെ ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കുറഞ്ഞു പോകുന്നതിന്റെ കുഴപ്പം ചിലപ്പോൾ മറ്റുള്ള ഹോർമോണുകളിലുള്ള വ്യതിയാനങ്ങളായിരിക്കാം. അതായത് നമ്മളുടെ ഷുഗറിനെ നോർമൽ ലെവലിൽ നിർത്തുന്നത് കൂടിപ്പോയാൽ കുറയ്ക്കാനുള്ളതാണ് ഇൻസുലിൻ, കുറഞ്ഞു പോയാൽ കൂട്ടാനുള്ളതാണ് ഗ്ലൂക്കോഗോൺ. അപ്പം കുറഞ്ഞു പോകുമ്പോൾ ഗ്ലൂക്കോഗോൺ ഹോർമോണിന്റെ ഇംബാലൻസ് എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കുറഞ്ഞു പോകുന്നതാണേലും കൂടി പോകുന്നതാണേലും ഒക്കെ നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത്, ജീവിതശൈലി കറക്റ്റ് ചെയ്ത്, ബോഡിയെ കറക്റ്റ് ചെയ്താൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഇപ്പൊ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് എടുത്ത് കഴിക്കാന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പഞ്ചസാരയോ ഗ്ലൂക്കോസോ എടുത്തും കഴിച്ച് അപ്പോഴത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പല പേഷ്യൻസ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങുമ്പോഴും കാണുന്നതാണ്, ഡയബറ്റിക് പേഷ്യൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, അവർക്ക് ഷുഗർ കൂടി നിൽക്കുകയായിരിക്കും പക്ഷെ ക്ഷീണമാണ്. അപ്പൊ പേഷ്യൻസ് എന്ത് കരുതും, ക്ഷീണത്തിന് കാരണം ഷുഗർ, ഒന്നും നമ്മളെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, അരിയും ഗോതമ്പും ഒക്കെ ആണല്ലോ നമ്മുടെ മെയിൻ ഫുഡ്, അത് കുറച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഷുഗർ നോർമലായിട്ട് നിൽക്കുകയാണ് അറ്റ്ലീസ്റ്റ് 70ക്ക് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരുവാണ്. അതിന്റെ കാരണം ഷുഗറിന്റെ കുറവല്ല, മിക്കവാറും ഇലക്ട്രോലൈറ്റ്സിന്റെ കുറവായിരിക്കും. ഇലക്ട്രോലൈറ്റ്സ് തന്നെ പ്രത്യേകിച്ച് സോഡിയത്തിന്റെ കുറവ്. അപ്പൊ ഈ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാം തന്നെ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഈ പ്രഷറിന്റെ മരുന്നെല്ലാം നമ്മുടെ സോഡിയം പുറത്ത് കളയിപ്പിക്കാനാണ് നമ്മളെ നോക്കുന്നത്. അപ്പൊ സോഡിയം കൂടി നിൽക്കും, സോഡിയം കുറഞ്ഞു പോകും. ഇപ്പം നമ്മൾ ഈ ഭക്ഷണത്തിൽ എല്ലാവരും സോഡിയം കുറച്ച് നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് സോഡിയം കുറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഡയബറ്റിസ്, അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഒക്കെ രോഗങ്ങളുണ്ടല്ലോ, മറ്റു ഹോർമോൺ രോഗങ്ങൾ. അപ്പം ആ രോഗങ്ങളുള്ളതുപോലെ തന്നെ ഇപ്പം തൈറോയിഡിന് രോഗം വരുന്ന പോലെ തന്നെ നമ്മുടെ എഡ്രിനൽ ഗ്ലാൻഡിനെയും രോഗം ബാധിക്കുന്നുണ്ടാവാം. അതൊന്നും ഇപ്പൊ ചെക്ക് ചെയ്യാനുള്ള മാർഗം, ഇപ്പൊ തൈറോയിഡിനാണെങ്കിൽ നമുക്കറിയാം, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം, തൈറോയിഡ് ഹോർമോൺ നോക്കാം, പിന്നെ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് നോക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഈ അഡ്രിനൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഗ്ലാൻഡാണ്. നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു തൊപ്പി പോലെ ഇരിക്കുന്നത്, ആ ഗ്ലാൻഡാണ് നമ്മളുടെ ഇലക്ട്രോലൈറ്റ് മാനേജ് ചെയ്യുന്നതിൽ മിനറലോകോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ ആൽഡോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ വരുന്നുണ്ട്. അപ്പൊ അതിലെ ഇറഗുലാരിറ്റി ആകാം. ഒന്ന്, നമ്മൾ ഈ മരുന്നൊക്കെ കഴിച്ച് സോഡിയത്തിനെ പുറത്ത് കളയാൻ നോക്കുന്നത്. രണ്ട്, മേ ബി ഈ ആൽഡോസ്റ്ററോൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇങ്ങനെ കുറെ ഹോർമോൺസ് കൂടിയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമുക്ക് അത്ര മെറ്റിക്കുലസ് ആയിട്ട് സെക്കൻഡ് കണക്കിന് അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിൽ വരുന്ന ഇംബാലൻസ് നമ്മളെ വളരെ ഡൗൺ ആക്കി കളയും. അപ്പം എപ്പോഴാണേലും ക്ഷീണം തോന്നുന്നു, ഷുഗറിന്റെ ലെവല് 70 മുകളിലുണ്ട്, മനസ്സിലാക്കുക ഇലക്ട്രോലൈറ്റ് ആയിരിക്കും കുഴപ്പം, ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ അത് ഒന്നെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളുടെ കുഴപ്പമാകാം, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അഡ്രിനൽ ഗ്ലാൻഡിനും രോഗം ബാധിച്ചിട്ടുണ്ടാകാം. ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല അതിന്. അപ്പോഴും നമുക്ക് അവസാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുക, ബോഡി ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത്, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത്, ഫുഡെല്ലാം കറക്റ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും നമുക്ക് ഈവൻ അൺഡയഗ്നോസ്ഡ് ആയിട്ട് എന്താണ് കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത ചില രോഗങ്ങൾക്ക് പോലും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. പല കാര്യങ്ങളും ഇതൊന്നും നമ്മൾ മെഡിക്കൽ ബുക്സിന് നോക്കിയാലോ, അല്ലെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു, ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് മറ്റൊരു ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയണമെന്നുണ്ടാവില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഇൻസുലിന്റെ കാര്യങ്ങൾ പറഞ്ഞതും, ഈ ഡോക്ടർ പറഞ്ഞ അനലോഗ്സ് നല്ലതല്ല, നാച്ചുറൽ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ആ ഡോക്ടർ ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ ഡോക്ടർമാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മരുന്നുകൾ വരുന്നു, അത് ഉപയോഗിക്കുക. പുതിയൊരു കമ്പനി ഒരു പുതിയ മരുന്നിറക്കും, അത് അവർ പറയും, നമ്മളത് ഉപയോഗിച്ച് നോക്കും. അല്ലാതെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചൊന്നും നമ്മൾ ലൈസൻസ്ഡ് ആണോ, അവൈലബിൾ ആണോ, ഇതൊക്കെ മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനീ പറയുന്നതിനൊന്നും ചിലപ്പം പറയുന്ന പോലെയുള്ള ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല എന്നിരിക്കും. ഞാനിത് പറയുന്നത് നമ്മൾ ലോജിക്കലായിട്ടുള്ള ഇതും നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടും പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് പറയുന്നത്.
അപ്പം നമ്മളിപ്പോ ഡീപ്പായിട്ട് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ചുള്ളത് കിട്ടും. പക്ഷെ അടുത്തുള്ള നിങ്ങളുടെ ഫിസിഷ്യന്റെ അടുത്തോ നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റിന്റെ അടുത്തോ ഒന്നും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഞാൻ പറയുന്ന രീതിയിൽ അവരൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവരൊന്നും അങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ജനറലി എല്ലാവരും മരുന്ന് കൊടുക്കുക, ഇൻസുലിൻ എടുക്കുക, ടാബ്ലറ്റ് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇതാണല്ലോ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇതനുസരിച്ച്. അപ്പൊ ആ രീതി ചെയ്യുന്ന ഡോക്ടേഴ്സിനോടൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി ഒരു ആൻസർ കിട്ടണമെന്നില്ല. പിന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, മരുന്നാണോ ഡയബറ്റീസിന് മരുന്നാണോ ഇൻസുലിൻ ആണോ നല്ലതെന്നുള്ളതാണ്. ബിക്കോസ് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരു ടാബ്ലറ്റ് തുടങ്ങി, പിന്നെ അത് വേറെ ടാബ്ലറ്റ് ആക്കി, അങ്ങനെ പല ടാബ്ലറ്റ് ആക്കി, പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഇൻസുലിനിലേക്ക് പോകുന്ന പോലെയാണ് കാണുക. അപ്പോ ആ സമയത്തുള്ള സംശയമാണ്, ഇനി ഇൻസുലിൻ തുടങ്ങിയാൽ പിന്നെ അത് കാലാകാലം നമ്മൾ ചെയ്യണ്ടേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെയുള്ള. ഓക്കെ, ഡയബറ്റിക് പേഷ്യന്റ് ഇൻസുലിൻ ആണോ ഗുളികയാണോ നല്ലത്? അത് ഏത് ഡയബറ്റീസ് ആണെന്നുള്ളതാണ് ഫസ്റ്റ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ? ടൈപ്പ് 1 ആണോ 2 ആണോ എന്ന് അറിയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസുലിൻ ലെവൽ നോക്കുക, അതിൻ്റെ കൂടെ സി പെപ്റ്റൈഡും കൂടെ നോക്കാം. പ്രത്യേകിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ സി പെപ്റ്റൈഡ് നോക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ് ആദ്യം വരുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗം മാറ്റിക്കളയും. ആ ഭാഗത്തിനാണ് നമ്മൾ സി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ഈ കോളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷനിലൊന്നും സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല. അത് ഇവിടെ കഴിഞ്ഞിട്ട് പ്രോ ഹോർമോൺ ആയിട്ടല്ല, ഹോർമോൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നത്. സോ ഈ സി പെപ്റ്റൈഡ് ലെവല് ആവശ്യത്തിനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, നമ്മുടെ പാൻക്രിയാസ് ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. നമ്മളുടെ പാൻക്രിയാസ് ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മരുന്നും പാടില്ല. നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ, ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ എടുക്കേണ്ടത് ഇൻസുലിൻ തന്നെയാണ്. അതിന് പിന്നെ ഒരു മരുന്ന് എടുക്കാൻ പാടില്ല, മരുന്ന് എടുത്തുകൊണ്ട് കാര്യമില്ല. ഇൻസുലിനെ എടുക്കാവുള്ളൂ. അത് തന്നെ കഴിയുന്നതും ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ എടുക്കുക. ഇൻസുലിൻ അനലോഗ് പോലും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, സി പെപ്റ്റൈഡ് ആവശ്യത്തിനുണ്ട്, ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്. മരുന്നുകൾ ദോഷമേ ചെയ്യുള്ളൂ. മരുന്നുകൾ ശരിക്കും നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മളൊരു എളുപ്പ മാർഗത്തിന് പോവുകയാണ്. അത് നമ്മളെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരും. അപ്പം പലരും ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നല്ല മടിയാണല്ലോ. ഞാൻ എന്നൊരു പേഷ്യന്റെ എക്സാമ്പിൾ തന്നെ പറയാം. അത് ഒട്ടും ഫുഡ് കൺട്രോൾ ചെയ്യാൻ മടിയുള്ള ആളാണ്. എന്നാലും പുള്ളി നമ്മൾ അടുത്ത് വന്ന് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒക്കെ എടുത്തു. ശരിക്കും വളരെ ഷോർട്ടായിട്ടുള്ള ആളാണ്. പുള്ളിക്കൊരു 50 കിലോ 55 കിലോ വരേണ്ടടുത്ത് 75-80 കിലോ ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹം നോക്കി കുറച്ചുകൊണ്ടൊക്കെ വന്നു. ഏകദേശം കറക്റ്റായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് വരും. പക്ഷെ അത്ര കറക്റ്റായിട്ടൊന്നും അല്ലെങ്കിലും പുള്ളി റീസണബിളി എല്ലാം കൺട്രോളാക്കി മരുന്നൊന്നും ഇല്ലാതെ ഒക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. അത് കഴിഞ്ഞ് എപ്പോഴോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു, റിപ്പീറ്റഡ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു. ഒരു പ്രാവശ്യം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നതും കൂടി വീണ്ടും അഡ്മിറ്റഡ് ആയി. വീണ്ടും അദ്ദേഹം ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി. ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഈ കെയിം അഗെയിൻ. അപ്പോഴേക്കും അതിനു മുമ്പ് വന്നപ്പം എല്ലാം കറക്റ്റായിട്ട് പോയിരുന്നതാണ്. 1 ഇയർ ബാക്ക് ഓർ 9 months ബാക്ക് വന്നപ്പം എല്ലാം കുഴപ്പമില്ലാതെ എല്ലാം ഓക്കെ ആയിരുന്ന. ഈ 4 മാസം 5 മാസം അദ്ദേഹം വീണ്ടും മറ്റേതിലേക്ക് പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു, വീണ്ടും അവർ തുടങ്ങി, പിന്നെ പുള്ളി അതിലേക്ക് വന്നു. പക്ഷെ ഇപ്പൊ എത്രയാന്ന് വെച്ചാൽ 6 കിലോ ഈ 4 മാസത്തിനുള്ളിൽ പുള്ളി 6 കിലോ കൂട്ടി. അപ്പോഴേക്കും ഈ മരുന്നൊന്നും എടുത്തിട്ട് ഒരു ഗുണമില്ലെന്നായി. അതാണ് വീണ്ടും അദ്ദേഹം വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്തിട്ടും നമ്മൾ അതുകൊണ്ട് പറയുന്നതും ഇതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, നമുക്കൊരു മുറിവുണ്ടാവും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമോ, ഇതെല്ലാം ചെയ്താൽ ഷോർട്ട് ടൈമിൽ എടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്ന്, കാരണം അപ്പോഴേക്കും മരുന്ന് സ്റ്റാർട്ട് ചെയ്തു,
മരുന്നുകൾ ഇൻസുലിനും മരുന്ന് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വെയിറ്റ് കൂടാൻ തുടങ്ങും. കാരണം ഇവിടെ നമ്മൾ എങ്ങനെയാ ഈ മരുന്നുകൾ ഈ ഷുഗർ കുറയ്ക്കുന്നത്? നമ്മൾ ഈ കഴിക്കുന്ന ആവശ്യത്തിൽ കൂടുതലുള്ള ഭക്ഷണത്തിനെ എല്ലാം കൊണ്ടുപോയി ഈ ഇൻസുലിൻ കൊണ്ടുപോയി ഫാറ്റാക്കി മാറ്റും, അതിനെ സ്റ്റോർ ചെയ്യും. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അപ്പം പിന്നെയും പിന്നെയും നമ്മൾ കൂടുതൽ മരുന്ന് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെയും നമ്മുടെ വെയിറ്റ് കൂടും. അതിങ്ങനെ അപ്പം അപ്പോഴേക്കും പ്രഷർ വരും, മറ്റുള്ള ഹാർട്ട് അറ്റാക്ക് വരാം, അങ്ങനെ മറ്റുള്ള രോഗങ്ങളും കൂടെ വരാനുള്ള സാധ്യതയും കൂടെ കൂട്ടും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മളുടെ ചാൻസസ് ഓഫ് വെയിറ്റ് ഗെയിൻ്റെ ചാൻസ് കൂടും. പിന്നെ വെരി ഫ്യൂ മെഡിസിൻസ് ഉണ്ട് അധികം വെയിറ്റ് ഗെയിൻ വരുത്താത്തത്. പക്ഷെ എല്ലാ മരുന്നും നമുക്ക് കിഡ്നിക്കും ലിവറിനും എല്ലാം ദോഷമേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വേണ്ടാത്ത ഭക്ഷണം, നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത ഭക്ഷണം കഴിച്ച് നമ്മൾ അതിന്റെ പുറത്ത് കുറച്ചുകൂടെ മരുന്നും കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ കൂടി നിൽക്കുമ്പം നമുക്ക് ഈ ചോറും ചപ്പാത്തിയും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വിഷം പോലെയാണ്. സിംപ്ലി നമ്മൾ ഈ ഗ്ലൂക്കോസ് കൂടുന്നതും വിഷം പോലെയാണല്ലോ. ഈ സാധനം കഴിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷം പോലെയാണ് ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ വിഷം മറുമരുന്ന് പോലെയാണ് നമ്മൾ ഈ മരുന്നും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ലിവറിനെയും കിഡ്നിയാണ്, ഓൾ സിസ്റ്റത്തെയാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോബ്ലംസും നമ്മളുടെ ഈ അസുഖങ്ങളും അതുകൊണ്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും ഈ ഡയബറ്റീസുകാർക്ക് ഉള്ള ഒരു ഡയബറ്റീസിന്റെ കൂടെ തന്നെ ഉള്ള ഒരു സ്ഥിതിയാണ് ഈ കിഡ്നിയുടെ ഫങ്ഷനും പിന്നെ അതുപോലെ ലിവറിന്റെ ഫങ്ഷനും മോശമായി വരുന്നത്. അപ്പോൾ ശരിക്കൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അയാളുടെ ഈ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ കിഡ്നി ഫങ്ഷനും ഈ ലിവറിന്റെ കണ്ടീഷനും തിരിച്ചറിയാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എങ്ങനെയാണ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ദാറ്റ് ഈസ് ഇങ്ങനത്തെ റിസൾട്ട്സ് ആണെങ്കിൽ സൂക്ഷിക്കണം, അത് കൂടാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ കുറയാൻ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ ലിവറിന്റെയും കിഡ്നിയുടെയും കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ലിവറിനെ സംബന്ധിച്ചിടത്തോളം ലിവറിന് പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ 2 ടെസ്റ്റുകളാണ്. ഒന്ന്, ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ ലിവറിൽ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടോ, ഫൈബ്രോസിസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, പിന്നെ ഫൈബ്രോ സ്കാനിൽ 1, 2, 3, 4 സിറോസിസ് ഇങ്ങനെ പോകും. ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ മോഡേൺ മെഡിസിനിൽ, ആയുർവേദ ഹോമിയോയിലൊക്കെ അതിന് മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മോഡേൺ മെഡിസിനിൽ അതിന് മരുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാറ്റി ലിവറിന്, റിവർ സിറോസിസിനും ഒന്നും മരുന്നില്ല. നമ്മൾ ലിവർ ഫെയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ തരാമെന്നല്ലാതെ ഫാറ്റി ലിവറിന് മരുന്നില്ല. മരുന്ന് ആകെ ഉള്ളത് അവനവന്റെ കയ്യിലാണ് നമ്മുടെ മരുന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ശരിക്കും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഡോക്ടറാണ് ശരിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ശരിക്കും നമ്മുടെ റിയൽ ഹീലർ. അതിനെ എംപവർ ചെയ്യാൻ അതിനുള്ള കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും ചെയ്ത് അതിനെ എംപവർ ചെയ്യാൻ മാത്രമേ ഫാറ്റി ലിവർ എന്നല്ല ഏത് ലിവർ ഡിസീസിനും പറ്റുള്ളൂ. പിന്നെ വല്ല ഇൻഫെക്ഷനും ഒക്കെ ആണെങ്കിൽ ആ സമയത്തും നമുക്ക് വലിയ ആന്റിവൈറലൊക്കെ അത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ഇല്ല. ഈവൻ വൈറൽ ഇൻഫെക്ഷനും ഒക്കെ വന്ന, എന്നാലും നമുക്ക് അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും എടുക്കാമെന്നല്ലാതെ, പിന്നെ ഇപ്പൊ വോമിറ്റിങ്ങോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഡ്രിപ്പ് ഇടാം, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ഫാറ്റി ലിവർ മാറണമെന്നുണ്ട് അവനവൻ ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് മാറ്റണം. അപ്പൊ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മളുടെ എൻസൈംസ് SGOT, SGPT ഒക്കെ കൂടുകയോ അല്ലെങ്കിൽ ബിലിറൂബിനൊക്കെ പോലുള്ള കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മളും അവനവൻ തന്നെ ആ റിസൾട്ട് മനസ്സിലാക്കാനും കൂടെ നോക്കുക. കാരണം ഡോക്ടേഴ്സ് നമ്മളോട് പറയും, എന്താണേലും ഫാറ്റി ലിവർ കാണുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയും. എക്സസൈസും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറയും. 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്നതാണെന്ന് പിന്നെ ഡോക്ടേഴ്സ് ആരും പറയത്തില്ല. അതായിരിക്കും വരുന്നത്. നെക്സ്റ്റ്, കിഡ്നിയുടെ കാര്യം എടുത്തു നോക്കിയാൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞുണ്ട്. അതിൽ ഒന്ന്, യൂറിക് ആസിഡ് കൂടിയാൽ അത് മനസ്സിലാക്കണം കിഡ്നിക്ക് പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രോട്ടീനും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട്. 2, GFR നോക്കുക. GFR സാധാരണ നിലയിൽ ഇപ്പൊ ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ എല്ലാവരും കൂടുതൽ അവെയർ ആയി വരുന്നുണ്ട്.
നേരത്തെ ഒന്നും GFR നോക്കാറില്ല. റിപ്പോർട്ട് തരുമ്പം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, യൂറിക് ആസിഡ് ഒക്കെ തരുള്ളൂ. യൂറിക് ആസിഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോയി യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് ഫ്ലോക്സെറ്റ് എന്നൊക്കെ പറഞ്ഞ മരുന്നുണ്ട്, അത് കഴിച്ചാൽ യൂറിക് ആസിഡ് കുറയും. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം, യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ അവർക്ക് ഗൗട്ട് എന്നുള്ള ഈ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ജോയിന്റിൽ അടിഞ്ഞിട്ട് വരുന്ന ഗൗട്ട് രോഗമുണ്ട്. അവർക്ക് മാത്രമാണ് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് വേണ്ടി വരുള്ളൂ. അല്ലാതെ രോഗമില്ലാത്ത ഗൗട്ടില്ലാത്ത ഒരാൾക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട, യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം സ്റ്റഡീസ് തന്നെ കാണിക്കുന്ന യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് പോലും പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ രോഗത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റും ഉണ്ട്, അതേ സമയത്ത് അതൊരു വേസ്റ്റുമാണ്. അത് കൂടുതലുണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് ഒരു വൈറ്റമിൻ സി പോലെ ഒരു ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ അത് കൂടുതലുണ്ടെങ്കിൽ അതിനെ കളയേണ്ടത് കിഡ്നിയാണ്. അപ്പൊ ആ കിഡ്നിയുടെ ഫംഗ്ഷനിൽ കുറവ് വന്നിരിക്കുന്നു എന്നാണ്. ഒന്ന് യൂറിക് ആസിഡ് കൂടിയാൽ, പിന്നെ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങിയാൽ. ക്രിയാറ്റിൻ ശരിക്കും ഒരു 0.7, 0.8 മുകളിൽ വന്നാൽ തന്നെ അത് കൂടുതലാണ്. ഓരോരുത്തരുടെയും ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ച് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 1 മുകളിലെത്തിയാൽ ഡെഫിനറ്റ്ലി അത് കൂടുതലാണ്. പക്ഷെ നമ്മളുടെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പല ലാബിന്റെ 1.4 ഒക്കെയാണ്. അപ്പൊ നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ എല്ലാവരും കരുതും നമ്മൾ സോക്കിയെന്ന്. ശരിക്കും ഈ നോർമൽ ലെവലിന് മുകളിലേക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രേഡ് 3 റീനൽ ഫെയിലിയർ എത്തിയെന്ന. നമ്മൾ ഗ്രേഡ് 1ലും 2ലും വെച്ച് കാണണമെങ്കിൽ നമ്മൾ GFR നോക്കണം. GFR 90ക്ക് താഴെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അതായത് കുറഞ്ഞ GFR 90ന് മുകളിൽ നിൽക്കേണ്ട. GFR എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, കിഡ്നിയെ കൊണ്ട് എന്തോരം ബ്ലഡ് അരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അത് നോക്കുന്നത്. ആ കിഡ്നി കൂടെയുള്ള സർക്കുലേഷനും അതിനെ എന്തോരം ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടന്റ്. അത് കുറയാൻ തുടങ്ങി, അത് ഒത്തിരി കുറഞ്ഞു കഴിയുമ്പോഴാണ് സാധാരണ ഇപ്പം നമ്മൾ യൂഷ്വലി അതിനൊന്നും മോഡേൺ മെഡിസിന് ട്രീറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് അത് കണ്ടാലും ഡോക്ടർമാരും ഒന്നും പറയുകയില്ല. കാരണം വെറുതെ പേടിപ്പിക്കേണ്ടാണല്ലോ, പേഷ്യന്റിന് ഒന്നും ചികിത്സയില്ല, ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും ആര് നാച്ചുറലി റെമഡി ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ നമ്മൾ അവെയർ ആക്കിയിട്ട് പേഷ്യന്റിനെ കാര്യം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് നേരത്തെ കിഡ്നി പ്രോബ്ലംസ് അവനവൻ തന്നെ നോക്കി കണ്ടുപിടിച്ച് ഇന്ന് ഈ പോകുന്ന പോലെ എന്തോരം പേഷ്യന്റ് കിഡ്നി ഫെയിലിയറുമായിട്ട് നടക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് സെൻസിറ്റീവായി നമ്മൾ ഈ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ ഒന്ന് നോക്കി വെച്ച് കുറയുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ തുടങ്ങി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. കിഡ്നി ഫംഗ്ഷൻ തിരിച്ച് എത്തിക്കാൻ പറ്റും. ഇവൻ GFR ഒരു 60-70 ഒക്കെ വന്നിട്ടുള്ളവരുടെ ഈസി ആയിട്ട് നമുക്ക് 90ന് മുകളിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതേസമയത്ത് പലപ്പോഴും റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് അറിയുന്നത്, ഡോക്ടർ പറയുന്നത് മിക്കവാറും ഗ്രേഡ് 5 എത്തിയിട്ടോ അല്ലെ 4 എത്തിയിട്ടോ, അതായത് GFR ലെവൽ 20ക്ക് താഴെ എത്തുക, 30ക്ക് താഴെ എത്തിക്കഴിയുമ്പോഴായിരിക്കും രോഗി അറിയാൻ തുടങ്ങുന്നത്. അങ്ങനെ ആവരുത്. അവനവൻ തന്നെ GFR നോക്കി കുറയുന്നുണ്ടോ, പിന്നെ യൂറിൻ ആൽബുമിൻ കാണുന്നുണ്ടോ, അല്ലെ RBC അങ്ങനെ എന്തെങ്കിലും യൂറിൻ ചെക്ക് ചെയ്യുമ്പം കാണുന്നു, പ്രോട്ടീനോ ആൽബുമിനോ ഒക്കെ കാണുന്നുണ്ടോ, അല്ലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പത വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക കിഡ്നിക്കും കൂടെ പ്രോബ്ലമായി. പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മരണം വരുന്നത് അവർക്ക് കിഡ്നിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഹാർട്ടിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. കിഡ്നി ഫെയിലിയർ വരുന്നവർക്ക് ഹാർട്ട് ഫെയിലിയർ വരാനും ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനും കൂടുതൽ ചാൻസാണ്. അപ്പൊ ഈ ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും ഈ നമ്മുടെ രക്തക്കൊഴലുകളെയാണ് ഡയബറ്റിസ് ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ ഹാർട്ടിലെ രക്തക്കൊഴലുകളെയും ഡാമേജ് ചെയ്യും, കിഡ്നിയിലെ രക്തക്കൊഴലുകളെയും ഡാമേജ് ചെയ്യും, ലിവറിലെയും ബ്രെയിനിലെയും എല്ലാം ഡാമേജ് വരുന്നുണ്ട്. അപ്പം ഹാർട്ട് അറ്റാക്ക് ഉള്ള ആൾക്ക് കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ കിഡ്നി എന്തെങ്കിലും ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവും. യൂറിക് ആസിഡ് കൂടുതലുള്ള ആളും നോക്കേണ്ടത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ആ സെൻസിറ്റിവിറ്റിയും ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത്, അവയർനെസ് ഉണ്ടായാൽ മാത്രം പോരാ, അതനുസരിച്ച് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അത് മാറ്റാമെന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ടാവണം. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ എന്തോരം പേരാ ഡയബറ്റീസുകാർ, പക്ഷെ 2, 3, 4 മരുന്ന് കഴിക്കുന്നവർ പോലും ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാൻ അത് പറ്റില്ല.
എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഡയബറ്റിസ് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് പലർക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ആ മരുന്നുകൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വെറുതെ മരുന്ന് നിർത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ഡയബറ്റീസിന് മരുന്ന് നിർത്തുകയാണ്. അപ്പൊ അതോടുകൂടി ഈ ഫുഡിനോടുള്ള ക്രേവിങ്ങും മറ്റുള്ള എല്ലാം മാറും എന്നുള്ളതാണ്. പക്ഷെ തന്നെ പോയി നമ്മൾ ഡോക്ടർ പറഞ്ഞു മരുന്നെല്ലാം ഡയബറ്റീസ് നിർത്തുന്നത്, അങ്ങനെ ചെയ്തേക്കരുത്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഈ സപ്പോർട്ടും ഷുഗർ കൺട്രോൾ ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മരുന്നുകൾ നിർത്താൻ പറ്റുള്ളൂ. അല്ല ബ്ലാങ്കറ്റ് ആയിട്ട് മരുന്ന് നിർത്താൻ നല്ല, നമ്മൾ ആ പ്രോട്ടോക്കോളിൽ കൂടെ പോകുമ്പോൾ ഷുഗർ കൺട്രോൾ വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ മരുന്ന് നിർത്താന്ന് പറയുന്നത്. ഈ ഇൻസുലിന്റെ കാര്യം പറയുമ്പോൾ ഇൻസുലിൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും ഒരു ആൾക്ക് ഈ ഇൻസുലിൻ കൂടുതലാണോ അല്ലെങ്കിൽ ഇൻസുലിൻ ബോഡിയിൽ കൂടുതലായിട്ട് നിൽക്കുകയാണ് എന്ന് അറിയാനായിട്ട് വേറെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ? ഇൻസുലിൻ ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ആദ്യത്തെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഒന്ന് ഈ സ്കിന്നിൽ കറുപ്പ്, പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റും, മുഖത്ത്, നെറ്റിയല്, കക്ഷത്തില് ഒക്കെ കറുപ്പ് നിറം വരും. അത് അതിന് എക്കാൻഡോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അതാണ് ഒന്ന്. കഴുത്തിന് ചുറ്റും ഡാർക്ക്നെസ് ഉണ്ടോ നമ്മൾ മനസ്സിലാക്കാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ പ്രീ ഡയബറ്റിക് ആണ്. അതിന് ഷുഗർ ലെവലൊന്നും നോക്കിയിട്ട് പിന്നെ കാര്യമില്ല. ഷുഗർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷുഗറിന്റെ ലെവൽ നിൽക്കുന്നത്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടും, കുറച്ചാണ് ഒരു ദിവസം ഒന്ന് ഇച്ചിരി ഫുഡ് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയും. അപ്പൊ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് അറിയാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ശരിക്കും HbA1c ആണ് ഒന്ന് നോക്കേണ്ടത്. പിന്നെ ഈ സിംറ്റംസ് വൈസ് ചെയ്ത്, പിന്നെ അതുപോലെ ഈ സ്കിൻ ടാക്സ് ഉണ്ടല്ലോ, പാലുണ്ണി എന്നൊക്കെ പറയല്ലോ, അത് വരുന്നതും ഇൻസുലിന്റെ കൂടുതലും കൊണ്ടാണ്. നമ്മൾ എക്സ്റ്റേണലി നോക്കിയാൽ പിന്നെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ, കൊടവയറുണ്ട്, മൊത്തത്തിൽ ഓവർ വെയിറ്റ് ഉണ്ട്, ഈ സ്കിന്നിൽ കറുപ്പ് നിറങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പാലുണ്ണി പോലെ സ്കിൻ ടാക്സ് ആണത്. സ്കിന്ന് ഒരു ഏരിയയിൽ സ്കിൻ ഓവർ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാൻസറസ് അല്ലെന്ന് മാത്രം, ഒരു ബിനൈൻ ട്യൂമർ പോലെ സ്മോൾ ട്യൂമേഴ്സ് ആണെന്ന് പറയാം ഈ സ്കിൻ ടാക്സ് എന്ന് പറയുന്ന ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അപ്പൊ അത് നോക്കിക്കഴിയുമ്പോഴേ അറിയാം. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇൻസുലിൻ ലെവലും പെപ്റ്റൈഡും ഒക്കെ നോക്കി ഡയബറ്റീസിന്റെ തുടക്കമുണ്ട്. HbA1c നോക്കിയാലും അത് HbA1c 5.7 കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഡയബറ്റീസിന്റെ തുടക്കമാണ്. അപ്പം ഡയബറ്റീസ് ഷുഗർ കൂടുന്നത് മാത്രമല്ല, ഇൻസുലിൻ കൂടുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒക്കെ ഡൗൺ ആക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും ഒക്കെ കൂടുതലാണല്ലോ. അപ്പൊ അവരുടെ ഇൻസുലിൻ ലെവൽ കൂടുമ്പം ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇൻഫെക്ഷനും ക്യാൻസർ പോസിബിലിറ്റിയും കൂടുന്നത്. അതുകൊണ്ടാണ് ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്ക്. ഈ ഡയബറ്റീസിനായിട്ടുള്ള മരുന്നുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷവും പുതിയ മരുന്നുകൾ വരുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകൾ ഇങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ കേട്ടേക്കുന്നത് പലപ്പോഴും പല മരുന്നുകളും ഒരു 3-4 വർഷം കഴിയുമ്പോൾ അത് ഗവൺമെന്റ് അത് ബാൻ ചെയ്യുകയാണ്, അത് ഇനിയിപ്പം ഉപയോഗിക്കരുതെന്നും പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ശരിക്ക് അങ്ങനെ സംഭവിക്കുന്നത്? ഈ കുറെ നാള് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒരു 2-3 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ബാൻ ആയി പോകുന്നത്? നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ ഒത്തിരി പേരെ ഒന്നും നടത്തിയിട്ടില്ല. വളരെ ആദ്യം ആനിമൽ സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പം അതൊക്കെ ഇങ്ങനെ ആനിമലിന് അത് കൊടുത്തു നോക്കും. എന്നിട്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് കൊടുത്തു, എന്നിട്ട് അവരുടെ ഓർഗനൊക്കെ അവർ ഓട്ടോപ്സി ചെയ്ത് അവർക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു സ്റ്റഡികളൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് അതാണ് ഈ phase 1 phase 2 ആനിമൽ സ്റ്റഡീസ്, പിന്നെ ഹ്യൂമൻ ട്രയൽസ് വരും. നമുക്കത് മനസ്സിലാക്കണം. എത്ര ഈ ആൾക്കാർ ആരാ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഒത്തിരി പേരൊന്നും കിട്ടുകയല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് മരുന്ന് ഇതും ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടും അതും വളരെ ചെറിയ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അപ്രൂവൽ വരും.
ബെനിഫിറ്റ് സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യും, ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് മെഡിസിനുകൾക്ക് അപ്രൂവൽ കൊടുക്കണം എന്നുള്ളതാണ് ജനറലി വരുന്നത്. അപ്പൊ നമ്മൾ വളരെ ഒരു മരുന്നിന്റെ ശരിക്കുള്ള സൈഡ് ഇഫക്റ്റ് ഒക്കെ അറിയണമെങ്കിൽ എത്ര നാള് കഴിച്ചു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഒരു കൊല്ലോ 2 കൊല്ലോ 10 കൊല്ലോ ഒക്കെ കഴിയുമ്പോഴേക്കല്ലേ നമുക്ക് ഇതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് അറിയാൻ പറ്റുക. അപ്പം നമുക്ക് അങ്ങനെ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ, മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഡിഫിക്കൽട്ടീസും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ 10 കൊല്ലം ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കമ്പനിക്ക് ഇറക്കാൻ പറ്റുമോ അത്രയും നാള് സ്റ്റഡി ചെയ്തിട്ട്? സോ ഷോർട്ട് ടൈം സ്റ്റഡി ഈ ഫാസ്റ്റ് ആയിട്ട് ലൈഫ് സ്പാൻ കുറവുള്ള ജീവികളിൽ ചെയ്തിട്ട് ഒരു 6 മാസം വളരെ കുറഞ്ഞ ഒരു കാലയളവിൽ നമ്മൾ സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ബെനിഫിറ്റ് ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന്റെ പിന്നെ 6 മാസത്തിൽ 0.5 HbA1c കുറഞ്ഞാൽ മതി. ഡയബറ്റിക് പേഷ്യൻസിന് ഈ ട്രയലിന് വരുന്ന പേഷ്യനോട് നിങ്ങൾ ഫുഡും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം, നമ്മൾ ഈ മരുന്നിലേക്ക് മാറ്റാം, അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും ഫാസ്റ്റ് ആയിട്ട് കുറയുമല്ലോ. HbA1c കുറയുന്നത് 0.5 ഇപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് എടുക്കാം. അപ്പം എന്ത് ഈസിയാണ് ഒരു മരുന്ന് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ മാർക്കറ്റിലേക്ക് വന്ന് അത് മാർക്കറ്റിങ്ങും ഇതെല്ലാം വന്നു കഴിഞ്ഞ് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കഴിയുമ്പം ആണ് അതിന്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് അറിയുന്നത്. അതിൽ തന്നെ എത്ര % സൈഡ് ഇഫക്റ്റ് ആണ് അറിയാൻ പറ്റുന്നത്? നമുക്ക് ഓരോരുത്തർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അവനവൻ മേടിച്ച് കഴിക്കുന്ന ഓരോ മരുന്നുകളുടെ ഒരു 10 മരുന്നിന്റെ കൂടെ ആയിരിക്കും ഒരെണ്ണം കൂടെ കയറുന്നത്. അതിൽ ഏത് മരുന്നിന് സൈഡ് ഇഫക്റ്റ് വന്നെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മൾ പല സൈഡ് ഇഫക്റ്റുകളും ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. ഇപ്പൊ 90% ഓഫ് ദ സൈഡ് ഇഫക്റ്റും നാച്ചുറലി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ പലതും മരുന്ന് വിഡ്രോ ചെയ്യേണ്ടി വരുന്നു. അപ്പം മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളൊന്നും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇപ്പൊ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. മരുന്ന് കഴിച്ചിട്ടും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ടും ഉള്ളതിന്റെ നമ്മൾ ഇവാലുവേഷൻ എടുക്കുകയാണെങ്കിൽ 0.5% 6 മാസത്തിനുള്ളിൽ HbA1c കുറഞ്ഞാൽ പോലും ആ മരുന്നിന് അപ്രൂവൽ കിട്ടാം, പ്രൊവൈഡഡ് മേജർ സൈഡ് ഇഫക്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. മൈനർ സൈഡ് ഇഫക്റ്റ് എല്ലാ മരുന്നിന്റെയും കൂടെ കുറെ മൈനർ സൈഡ് ഇഫക്റ്റ് പറയുന്നുണ്ടല്ലോ. അതേസമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച ഒരു പേഷ്യന്റ് HbA1c 12 കരുതുക തുടങ്ങുമ്പോൾ നിൽക്കുന്നത്. അവര് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. അവര് ഇൻസുലിൻ 4 നേരം എടുക്കുന്നുണ്ട്, 2-3 ടാബ്ലറ്റും കൂടെ എടുക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ, എന്നിട്ടും നിൽക്കുന്നത് 12. ഇന്നിപ്പം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നാളെ മുതൽ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസും കംപ്ലീറ്റ് നിർത്തിയിട്ട് അവർ 8ാമത്തെ ദിവസം വരുമ്പോഴേക്കും അവരുടെ 12 മിക്കവാറും ഒരു 10 പോയിന്റിലും എത്തിയിട്ടുണ്ടാവും. അത് പ്രായത്തിന്റെ അനുസരിച്ച്. കുറച്ച് പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ HbA1c കുറഞ്ഞു വരാൻ എന്താണെങ്കിലും ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് കൂടി നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരു 1 and 2 ഒക്കെ, അതായത് 2 യൂണിറ്റ്, അതായത് നമ്മൾ 12 10ലേക്ക് ഈവൻ 9ലേക്ക് വന്നിട്ടുള്ളവരെ പോലും കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലർ ചിലപ്പം 10.12 ആണെങ്കിൽ ചിലപ്പോൾ 11.5 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ HbA1c ആണെന്ന് ഓർക്കണം. HbA1c സാധാരണ 3 മാസം കൂടുമ്പോഴാണ് ഇവരൊക്കെ ഈ സ്റ്റഡീസിൽ ഒക്കെ നോക്കുന്നത്. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കാരണം അത്രയും കാലം എടുക്കും, അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സാധാരണ എൻഡോക്രൈനോളജിസ്റ്റ് ഒക്കെ 3 മാസം കൂടുമ്പം HbA1c ഒക്കെ നോക്കാൻ പറയുന്നത്. നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ വീക്കിലി നോക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒരാഴ്ച കൊണ്ട് തന്നെ HbA1c കുറയുകയാണ്. ഷുഗർ നോക്കുന്നത് വീട്ടിലിരുന്ന് നോക്കാമല്ലോ. അത് 2 hours കൊണ്ട് നമുക്കറിയാം ആ ചേഞ്ച് വരുന്നത്. നമ്മള് ഇൻസുലിൻ രാവിലെ നമ്മള് സ്പെഷ്യൽ ന്യൂട്രീഷൻ ബേസ്ഡ് ഫുഡ് കഴിച്ചു, എക്സസൈസ് ചെയ്തു, രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കി, അത് 200 ഉണ്ടെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും 200 എന്നുള്ളത് മരുന്നില്ലാതെ തന്നെ 180 160 ആയ റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് ക്ലിയർലി കാണാമല്ലോ. ഇതൊന്നും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മൾ കറക്റ്റായിട്ട് ബോധ്യപ്പെട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ. പക്ഷെ അത് നമുക്ക് വേണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഡയബറ്റിക് ആയിട്ട് നടക്കണോ എന്നുള്ളൊരു ചോയ്സാ. ഡയബറ്റിസ് ആയിട്ട് ഞാൻ ജീവിക്കണോ അതോ ഡയബറ്റിസ് മാറ്റണമെന്നുള്ളവർക്ക് 100% മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം.
അത് എല്ലാവരും മനസ്സിലാക്കുക. അവനവന് നമ്മൾ രോഗിയായിരിക്കുന്നതിന്റെ ഒരു മെയിൻ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണെന്ന് ഓർക്കുക. നമുക്ക് ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലാണ് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും കാലം നമുക്കത് പറയാൻ പറ്റൂല. ഇന്ന് നമുക്ക് വെരി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റും. ഓരോരുത്തർക്കും ഡയബറ്റീസിൽ നിന്നും മറ്റതുപോലെ ഡയബറ്റീസിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പം അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ, ഹൈപ്പർ ടെൻഷനും ആർത്തറൈറ്റിസും ആസ്മയും അലർജിയും ഒക്കെ കുറേശ്ശെ എല്ലാവർക്കും കാണും. അതും എല്ലാം കൂടെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം രോഗിയായിട്ടിരിക്കണോ രോഗം മാറ്റണോ എന്നുള്ളത് അവനവന്റെ ചോയ്സാണ് ശരിക്കും. ഈ ഡയബറ്റീസിന്റെ കാര്യം പറയുമ്പോൾ, ഡയബറ്റീസിന്റെ മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യവും കൂടെ പലപ്പോഴും വരുന്നത്, ഈ ഡയബറ്റീസിന്റെ ഒരു അവസ്ഥ വന്ന് ഇതിന് ശേഷമാണ് പലപ്പോഴും ഈ ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയും കണ്ണിന്റെയും ഈ പറഞ്ഞ നെർവ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നത്. അപ്പം സാധാരണഗതിയിൽ ഈ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിനോട് അനുബന്ധിച്ച് ഡയബറ്റീസിന്റെ മരുന്നുകൾ ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർട്ടിന്റെയും ലിവറിന്റെയും കിഡ്നിയുടെയൊക്കെ മരുന്നുകളാണെന്നുള്ള രീതിയിൽ ഉള്ളതും, പിന്നെ നെർവ്സിന് വല്ലതും ആണെങ്കിൽ അങ്ങനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മരുന്നുകൾ കൂടി വരുന്നതായിട്ട് കാണുകയും പിന്നീട് കുറെ മരുന്നുകൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു തിരിച്ചു വരവ് എങ്ങനെയാണ് സാധ്യമാക്കുക? ഡയബറ്റീസിലെ പ്രൈമറി പ്രോബ്ലം ഷുഗർ കൂടുന്നു എന്നാണല്ലോ. ഗ്ലൂക്കോസ് നമ്മളിൽ ഒരു ടോക്സിൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഗ്ലൂക്കോസ് നമ്മുടെ ഹോൾ ബോഡിയെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പാക്റ്റ് കിട്ടുന്നത് നമ്മുടെ രക്തക്കൊഴലുകൾക്കാണ്. രക്തക്കൊഴലുകളെ പൊതിഞ്ഞിരിക്കുന്ന ഉള്ളിൽ നിന്നുള്ള ആ ഒരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട്, എൻഡോത്തീലിയം എന്ന് പറയും. മ്യൂക്കസ് ഉണ്ട്, എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയും. ആ എൻഡോത്തീലിയൽ ലൈനിങ്ങിനാണ് ഏറ്റവും ഇമ്പാക്റ്റ് കിട്ടുന്നത്. കാരണം അതിലൂടെ ഇങ്ങനെ ഇത് തന്നെയാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെല്ലാം അതിന്റെ പ്രോട്ടീനുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HbA1c നോക്കുന്നത് എന്താ, ഹീമോഗ്ലോബിനെ എത്രമാത്രം ഗ്ലൈക്കോസിലേഷൻ, ഗ്ലൂക്കോസ് വെച്ച് നമ്മുടെ RBCസിനും അതുപോലെ ഹീമോഗ്ലോബിൻ നമ്മുടെ ഈ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന സാധനമാണല്ലോ, ഓക്സിജൻ ട്രക്കുകളായിട്ട് പറയാൻ നമുക്ക്. പിന്നെ അതിനെ ഡാമേജ് ചെയ്തിരിക്കുന്നതിന്റെ അളവാണ് നോക്കുന്നത്. അതുപോലെ ഇപ്പൊ തന്നെ വേറൊരു ഇതും നോക്കുന്നുണ്ട്, ഡയബറ്റീസിന് വേണ്ടി ഫ്രക്ടോസമിൻ എന്ന് പറഞ്ഞ് നോക്കാം. അത് മറ്റേത് 3 monthsന്റെ ഇത് വേരിയേഷൻ ആണ് കാണിക്കുന്നത്, ഫ്രക്ടോസമിൻ 2 weeksന്റെ വേരിയേഷൻ ആണ് കാണിക്കുന്നത്. അത് നമ്മുടെ പ്രോട്ടീനിൽ എന്തോരം ഡാമേജാ വരുത്തുന്നത്. അതായത് നമ്മുടെ സീറത്തിലുണ്ടല്ലോ ആൽബുമിൻ, ഗ്ലോബിനിൻ ഇതൊക്കെ ഉണ്ടല്ലോ, അതില് എന്തോരം ഗ്ലൂക്കോസ് ഡാമേജ് ചെയ്യുന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇൻഡയറക്ട്ലി നമ്മുടെ ഹോൾ ബോഡിയെ ഡാമേജ് ചെയ്യുന്നതിന്റെ, അതായത് നമ്മുടെ പ്രോട്ടീനുകളെ ഗ്ലൈക്കോസിലേറ്റ് ചെയ്യുകയാണ്. ഗ്ലൂക്കോസ് അതിന് ഓരോ സെല്ലുകൾക്കും തുരുമ്പ് പിടിക്കുന്ന പോലെ, ഇപ്പൊ നമ്മള് അയൺ സാധനങ്ങളിൽ ഓക്സിജനും കൂടെ കൂടുമ്പോൾ തുരുമ്പ് പിടിക്കുകയല്ലേ, അതിനാണല്ലോ നമ്മൾ തുരുമ്പെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരുതരം തുരുമ്പ്, അത് ഈ ഗ്ലൂക്കോസ് കാരണം. ഗ്ലൂക്കോസ് നമ്മളുടെ അവയവങ്ങളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് കാരണം നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നു. രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നതാണ് നമ്മളുടെ എല്ലാ ഡയബറ്റിക് കോംപ്ലിക്കേഷനും കാരണം. ഡയബറ്റീസുകാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അതിന്റെ ഹാർട്ടിന്റെ രക്തക്കൊഴലുകൾക്ക് വന്നു, പിന്നെ ബ്രെയിനിന്റെ രക്തക്കൊഴലുകൾക്ക് വന്നാൽ അറ്റാക്ക് വരാം, മെമ്മറി ലോസ് വരാം. അൾഷിമേഴ്സ് വരുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ് കൂടുതൽ. കാലിൽ അൾസർ വരാം, കാലിലെ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ്. ന്യൂറോപ്പതി വരാം, കാരണം നെർവ്സിന് കൊടുക്കുന്ന രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ്. കാരണം നെർവ്സിനും ബ്ലഡ് വേണം. ഈവൻ ചെറിയ നമ്മുടെ പെരിഫറിയിലേക്ക് വരുന്ന രക്തക്കൊഴലുകൾക്കൊക്കെ നെർവ്സിനൊക്കെ അതേ കൂടെ നെർവ്സിനൊപ്പം തന്നെ അതിന്റെ കൂടെ ചെറിയ നേരിയ രക്തക്കൊഴലുകളും കൂടെ പോകുന്നുണ്ട്. ആ രക്തക്കൊഴലുകൾക്ക് ഡാമേജ്, ശരിക്കും പറഞ്ഞാൽ നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ സെൽസ് ഉണ്ട്, ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. അവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് വേണ്ട ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നെർവിന് കൊടുക്കുന്നത്. നെർവിന് എപ്പോഴും, കാരണം അത്ര ഫാസ്റ്റ് വർക്കിംഗ് ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ഒന്ന് മില്ലി സെക്കൻഡ്സിൽ നമ്മളിപ്പം ഒരു കൈ അനക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഓരോ മസിലും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർ നമ്മുടെ ടച്ചിന്റെ ഒക്കെ സെൻസേഷൻ വർക്ക് ചെയ്യുന്നത്.
സോ അവർക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് എനർജി കിട്ടിക്കൊണ്ടിരിക്കണം. അതൊക്കെ ചെയ്യുന്നത് ശരിക്കും ഗ്ലയൽ സെൽസായി നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. ഈ ഗ്ലയൽ സെൽസിന് ആയിരിക്കും ആദ്യം നമ്മൾ ഈ ന്യൂറോപ്പതി ഒക്കെ വരുമ്പം ഗ്ലയൽ സെൽസിനാണ് ഡാമേജ് വരുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അറിയാം, അവർക്ക് കാലിന് വിരലുകൾക്കും കൈക്കും ഒക്കെ ആയിരിക്കും മരവിപ്പ്, പുകച്ചില്, തരിപ്പ്, ഇതൊക്കെ ആയിരിക്കും ന്യൂറോപ്പതി ആയിട്ട് വരുന്നത്. അപ്പം അവിടെ ആ രക്തക്കൊഴലുകൾക്ക് നെർവിനെ ശരിക്കും ഡാമേജ് ആയി പോയിട്ടുണ്ടാവില്ല. അവിടുത്തെ ഗ്ലയൽ സെൽസ് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗ്ലയൽ സെൽസിന് ഡാമേജ് വരുമ്പോഴാണ് നമ്മൾ ഈ പുകച്ചിലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഡയറ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലയൽ സെൽസ് ഒക്കെ പെട്ടെന്ന് റിക്കവറി ആവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസ് പുകച്ചിലും ഇതുമൊക്കെ വരുന്നവർക്ക് ഒരു 8th ഡേ ആകുമ്പോഴേക്കും തന്നെ, അതായത് യൂഷ്വലി കറക്റ്റായിട്ട് നോക്കുന്ന ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്ന പേഷ്യൻസ് വിതിൻ എ വീക്ക് തന്നെ ഈ ഷുഗർ 24 hours തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആകും. അപ്പം ഒരു 7 ദിവസം 8ാം ദിവസം വരുമ്പോഴേക്കും അവരുടെ ഈ ന്യൂറോപ്പതി സിംറ്റംസിന് നല്ല കുറവ് വന്നിട്ടുണ്ടാവും. ഒത്തിരി നാളായി ഒത്തിരി ഡാമേജ് വന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ജനറലി ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും എന്നുള്ളതാണ്. അത് ഒരു മോഡേൺ മെഡിസിൻ മരുന്ന് വെച്ചും കിട്ടിയല്ല. ആകെ പ്രഗാബാലിൻ എന്നൊക്കെ പറഞ്ഞ ചില ന്യൂറോപ്പതിക് പെയിന് കൊടുക്കുന്ന ചില മരുന്നുകളാണ് ഈ ന്യൂറോപ്പതിക്കൊക്കെ ആകെ ഉള്ളത്. അതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ബെനിഫിറ്റ് ഒന്നും കിട്ടിയല്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്യുക മാത്രമല്ല ഇതിനകത്ത് ചെയ്യുന്നത്. ഷുഗർ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡാമേജ് വന്ന സെൽസിനെല്ലാം പുതിയ സെല്ലിനെ ഉണ്ടാക്കി റിക്കവറിയും കൂടെ കിട്ടണം. അപ്പൊ ആ റിക്കവറിക്ക് വേണ്ട ന്യൂട്രീഷനും കൂടെ കിട്ടുന്നു എന്ന് ഉറപ്പാക്കുകയാണ് നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അന്ന് എനിക്ക് അവനവൻ തന്നെ ചെയ്യുന്നതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് എത്ര കറക്റ്റ് ന്യൂട്രീഷനൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നമുക്ക് അവരവരുടെ തന്നെ ഫുഡാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അവരെന്തല്ലാതെ കഴിക്കണം, അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ന്യൂട്രീഷൻ എല്ലാം ഉറപ്പുവരുത്തുന്നതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ റിക്കവറിക്കുള്ള പോസിബിലിറ്റിയും കൂടെ കിട്ടുന്നത്. അപ്പൊ ഏത് അവയവത്തിനാണേലും കണ്ണിനെ ബാധിക്കുന്ന ഒക്കെ രക്തക്കൊഴലുകൾക്ക് വരുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാൻ കാരണം ഷുഗർ കൂടുന്നത് മാത്രമല്ല, ഇൻസുലിൻ കൂടുന്നതും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കും. പ്രത്യേകിച്ച് കണ്ണിന്റെ കാര്യത്തിൽ. കണ്ണിന്റെ നമ്മൾ ഈ ലേസറൊക്കെ ചെയ്യുന്നത് അങ്ങോട്ട് കണ്ണിലേക്ക് ആ രക്തക്കൊഴലുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കണ്ണിൽ നമ്മൾ ഈ ലേസറും ഈ ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നത് അവിടുത്തെ രക്തക്കൊഴലുകളെ വളർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ശാശ്വത പരിഹാരവും വരുന്നില്ല. ശാശ്വത പരിഹാരം കിട്ടണമെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യണം, ഇൻസുലിനും കുറയ്ക്കണം. അതിലും ഏറ്റവും നമുക്ക് ആസ് എ ക്ലിനിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷുഗർ മാത്രമല്ല, ഗ്ലൂക്കോസ് മാത്രമല്ല കുറയുന്നത്, ഇൻസുലിൻ ലെവലും ഒത്തിരി കൂടുതൽ നിൽക്കുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ ഇൻസുലിൻ ലെവലും കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഡയബറ്റീസില് ആക്റ്റീവ് ഡയബറ്റീസില് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ട്, ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ട്. രണ്ടും കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്തും കൂടുന്നത്, ഇൻസുലിൻ ആണെങ്കിലും കൂടുന്നത് കൊള്ളൂല, കാരണം ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഇൻസുലിൻ കൂടുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും മാത്രമല്ല, ഇൻസുലിൻ ശരിക്കും സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കി BP കൂടാനും കാരണമാകും. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു അസുഖം ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ പ്രഷർ വന്നു, അങ്ങനെ ഓരോന്നായിട്ട് വരാൻ കാരണം അതാണ്. ഡയബറ്റീസിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ ലെവൽ കൂടും. ഇൻസുലിൻ ലെവൽ കൂടുമ്പോൾ അത് പ്രഷറിന് കാരണമാകും. അത് ശ്രദ്ധിച്ചാൽ മതി. പല ഡയബറ്റിക് പേഷ്യൻസും ആദ്യം ഡയബറ്റീസ് തുടങ്ങും, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും BP കൂടാൻ തുടങ്ങും, വെയിറ്റും കൂടാൻ തുടങ്ങും. അപ്പൊ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആയി. വെയിറ്റ് കൂടുന്നതും BP കൂട്ടും, അതുപോലെ തന്നെ ഇൻസുലിൻ ലെവൽ കൂടുന്നതും BP കൂട്ടും. വെയിറ്റ് കൂടുന്നതും ഇൻഡയറക്ട്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, വീണ്ടും ഇൻസുലിൻ ലെവൽ കൂടും. ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ആരോഗ്യത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നെഗറ്റീവായിട്ടാണ് ഇൻ ബാധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും കേൾക്കാറുള്ളത്, ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്ന്, ആ മരുന്ന് തന്നെ നമ്മുടെ വണ്ണവും കുറയ്ക്കും, നമ്മുടെ ഹാർട്ടിനും നല്ലതാണ്, ലിവറിനും നല്ലതാണ്, അല്ലെങ്കിൽ കിഡ്നിക്കും നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്.
അതേസമയം ആ മരുന്നുകളെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുള്ളത് ആ മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് നോക്കുമ്പോഴത്തേക്കും അത് അറിയാതെ പോകുന്നതുകൊണ്ടായിരിക്കാം പലരും അത് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? നമ്മൾ എപ്പോഴും ഒരു പുതിയ മരുന്ന് വരുമ്പം നമ്മള് ചിന്തിച്ചാൽ മതിയല്ലോ. ഒരു കമ്പനി ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോൾ അവരെപ്പോഴും പോസിറ്റീവ് മാത്രമല്ലേ പറയുള്ളൂ. അവർക്ക് മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതാണ്. ആരും നെഗറ്റീവ് ഹൈലൈറ്റ് ചെയ്യല്ല. പിന്നെ നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ മരുന്ന് ഉപേക്ഷിക്കും. ഒത്തിരി സൈഡ് എഫക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഉപേക്ഷിക്കും. അതും പക്ഷെ അവര് എങ്ങനെയും ഒരു സാധനം ഒരു കമ്പനി ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്ത് അവർക്ക് കുറെയെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് അത് വിത്ഡ്രോ ചെയ്താലും വലിയ കുഴപ്പം വരികയില്ല. വിത്ഡ്രോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നഷ്ടമാണ് വിത്ഡ്രോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ്. അതൊക്കെ നോക്കിയായിരിക്കും, പക്ഷെ അതിന്റെ ഒരു ബാലൻസിലായിരിക്കും പോകുന്നത്. അപ്പം ഈ ഡയബറ്റിക് ഇതിലേക്ക് വന്നു കഴിയുമ്പം ഈ വിശപ്പ് കുറയ്ക്കുക അങ്ങനത്തെ ഒക്കെ ഇപ്പം ആദ്യം നമ്മൾ ഈ മെറ്റ്ഫോമിൻ എന്നുള്ള മരുന്നായിരുന്നു. അതിന് വിശപ്പ് കുറയ്ക്കും, വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും എന്നൊക്കെ ഉള്ള ഇതുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതിന്റെയൊക്കെ ഇഫക്റ്റ് പോകും. ഇപ്പം നമ്മൾ ഇൻസുലിൻ മെറ്റ്ഫോമിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മെറ്റ്ഫോമിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പഴയ കാലത്താണ് പ്രഗ്നന്റ് ലേഡീസിനൊന്നും മെറ്റ്ഫോമിൻ നല്ല ഒരു മരുന്നും കൊടുക്കുകയില്ല. പിന്നെ ഡയബറ്റിക് ആണ് വരുവാണെങ്കിൽ ഇൻസുലിൻ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നമ്മൾ വെരി ഇതായിട്ട് മെറ്റ്ഫോമിൻ ആണ് പലപ്പോഴും കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിരുന്നു. അവരോട് 12 ആഴ്ചയായി പ്രഗ്നന്റ് ആയിട്ട്. അവർ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞില്ല. അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ആണ്. നോക്കിയപ്പോൾ 12 ആഴ്ചയായി. അപ്പൊ അവർക്ക് ഡയബറ്റിക് ആണ്. അവരോട് മെറ്റ്ഫോമിൻ കഴിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പം മെറ്റ്ഫോമിൻ കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പം അതൊരു ട്രെൻഡാണ്. എല്ലാം ഏതെങ്കിലും ഒരു പുസ്തകത്തില് ഒരു അസോസിയേഷനോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് പ്രഗ്നന്റ് പേഷ്യൻസിന് മെറ്റ്ഫോമിൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജേണലിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കും. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാലും ആ ജേണലിൽ വോട്ട് ചെയ്താൽ മതി. കോടതിയിൽ കേസ് വരുമ്പോഴും ജേണലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അതാണ് നമ്മളെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അപ്പം മെറ്റ്ഫോമിന്റെ ഇപ്പം അല്ലാത്ത കുറച്ചുകൂടി കൂടുതൽ വൈഡർ സ്റ്റഡീസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ വാട്ടർ പൊള്യൂഷന്റെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ പൊള്യൂഷനാണ് നമ്മുടെ റിവറിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അപ്പം വേൾഡ് വൈഡ് ആയിട്ട് കുറെ അധികം റിവേഴ്സിനെ നോക്കിയിട്ടുണ്ട്. അതില് നമ്മളുടെ ഇന്ത്യയിൽ നോക്കിയിരുന്ന യമുന റിവറാണ്, നമ്മൾ ഡൽഹി കൂടെ ഒക്കെ ഒഴുകുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് മെറ്റ്ഫോമിനാണ്. നെക്സ്റ്റ് കാർബമിസപ്പിൻ എന്ന് പറഞ്ഞൊരു എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഒരു മരുന്ന്, പിന്നെ കഫീന്, ഇങ്ങനെ ഒരു ഫ്യൂ മെഡിസിൻസ് ആണ് എക്സാക്ട്ലി. എന്തായാലും ഏറ്റവും കൂടുതൽ മെറ്റ്ഫോമിനാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ പൊള്യൂഷനായിട്ട് നമ്മുടെ റിവറിലേക്ക് എത്തുന്നത്. നമുക്കറിയാലോ, നമ്മൾ ഈ റിവറിലെ നമ്മുടെ പെരിയാറിലെ വെള്ളമല്ല നമ്മൾ കൊച്ചിക്കാർ കുടിക്കുന്നത് പെരിയാറിലെ വെള്ളമാണ്. അപ്പം മോളിൽ നിന്ന് ഇടുക്കിക്കാർ മുതൽ അതിന് ശേഷമുള്ള എല്ലാവരും കഴിക്കുന്ന മെറ്റ്ഫോമിനും ക്യാൻസർ മരുന്നും എല്ലാം ഈ വെള്ളത്തിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നിർത്തേണ്ടത് നമ്മളുടെ അവനവന്റെ മാത്രം ആവശ്യമില്ല, നമ്മുടെ എല്ലാവരുടെയും ഇനി വരാൻ പോകുന്ന ജനറേഷന്റെ പോലും ആവശ്യമാണ്. അപ്പം ഈ മെറ്റ്ഫോമിൻ എക്സ്പോസ്ഡ് ആവുന്ന മെയിൽ ഫിഷിന് വളർച്ച മുരടിക്കുന്നു, പിന്നെ സെക്ഷൽ പ്രോബ്ലംസും ഒക്കെ കാണിക്കുന്നതായിട്ടാണ് പല സ്റ്റഡീസും വരുന്നത്. അപ്പം മെറ്റ്ഫോമിന് എക്സ്പോഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫിഷിന്റെ വളർച്ച മുരടിക്കുകയും അത് ചെറുതായി പോവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റേ മദർ പ്രഗ്നന്റ് ലേഡി കഴിക്കുന്ന മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കുഞ്ഞ് മെയിലാണെങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനൊക്കെ ഇപ്പൊ എല്ലാം സ്റ്റഡി വന്നൊരു 10 കൊല്ലം കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഇതിന്റെയൊക്കെ സ്റ്റഡി വരണമെന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും.
ഇന്ന് കഴിക്കുന്ന മെറ്റ്ഫോമിൻ, അമ്മ കഴിക്കുന്ന മെറ്റ്ഫോമിൻ ആ കൊച്ചു ഉണ്ടായി 20 കൊല്ലം കഴിഞ്ഞോ 30 കൊല്ലം കഴിഞ്ഞോ എന്തെങ്കിലും ആയിരിക്കും. 30 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മെറ്റ്ഫോമിൻ പാടില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അല്ലെ പ്രഗ്നന്റ് ലേഡീസ് കഴിക്കണ്ടെന്ന് പറയുന്നതിൽ വല്ലതും കാര്യമുണ്ടോ? അവരുടെ ആ ജനറേഷന്റെ ലൈഫ് അതിന്റെ ആ സൈഡ് എഫക്റ്റ് വന്നു പോയില്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 1991 ആ കാലത്ത് 92 ഗൈനക്കോ ഇതിലേക്ക് വരുമ്പോ അതൊന്നും മെറ്റ്ഫോമിനൊന്നും ആരും കൊടുക്കുകയില്ല. പക്ഷെ ഇതിൻ ഫ്യൂ ഇയേഴ്സ് തന്നെ അന്ന് ആ കാലത്താണ് ഈ മെറ്റ്ഫോമിനൊക്കെ ഭയങ്കരമായിട്ട് PCOD-യിലും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒക്കെ. ഐ തിങ്ക് ഇൻ 2000-ന് മുമ്പ് തന്നെ, ഇപ്പം ലാസ്റ്റ് 25 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ട് മെറ്റ്ഫോമിൻ പ്രഗ്നന്റ് ലേഡീസിന് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതൊക്കെ കഴിച്ച് അമ്മമാര് കഴിച്ച് തന്നെ പിള്ളേരൊക്കെ ഇപ്പം ജനറേഷനിലേക്ക് വരുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുക. ഇപ്പം വലിയ പ്രോബ്ലംസും അതൊക്കെ ആയിട്ട് എന്തോരം ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൈക്യാട്രിസ്റ്റും അതുപോലെ യൂറോളജിസ്റ്റും ഒക്കെ പറയുന്നത് ട്രാൻസ്ജെൻഡർ പ്രോബ്ലംസ് കൂടി വരികയാണ്. പെൺകൊച്ച് ആകണമെന്ന് പറയുന്നു, ആൺകൊച്ച് പെണ്ണാകണമെന്ന് പറയുന്നു. സോ മെനി പ്രോബ്ലംസ് നമ്മുടെ സൊസൈറ്റിയിലെ. ഇപ്പം അമേരിക്കയിലൊക്കെ മാത്രം, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഡോക്ടേഴ്സുമായിട്ടുള്ള ഡിസ്കഷനിലാണ് നമ്മൾ അമേരിക്കയിൽ ഇത് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത് നമ്മൾ കേട്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത്, സൈക്യാട്രിസ്റ്റ് ഒക്കെ പറയുന്നത് ഇതാ ഇവിടെ ഇത് വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്. പെൺകൊച്ചുങ്ങൾ പറയുന്നു ആണാകണം, ആൺകുട്ടികൾ പറയുന്നു പെണ്ണാവണം. അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാവുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഫീലിങ്സ് അല്ല, നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളെ മെയിൽ ഫീലിങ്ങും ഫീമെയിൽ ഫീലിംഗും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഹോർമോൺസ് ആണ്. നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ജെനറ്റിക്സ് ആണ്. നമുക്ക് എക്സ് ക്രോമസോം 2X സെക്സ് ക്രോമസോം XX ആണോ XY ആണോ എന്നുള്ളതാണ്. നമ്മൾ XY ആണ് ജെനറ്റിക്സ് എങ്കിൽ നമ്മൾ മെയിൽ തന്നെയാണ്. അതിലേക്ക് ആ മെയിലിന്റെ ഹോർമോൺ ലെവലിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കാനാണ് നോക്കേണ്ടത്. അതുപോലെ XX ആണെങ്കിൽ ഫീമെയിൽ ആണ്, അവർ ഫീമെയിൽ ഹോർമോൺസ് അവരുടെ മേത്ത് ചിലപ്പോൾ എക്സസ് മെയിൽ ഹോർമോൺ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ മെയിൽ കുട്ടി ഫീമെയിൽ മെയിൽ ആണോന്ന് പറയുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ കൂടുതൽ മെയിൽ ഹോർമോൺസ് ഉണ്ടാവും, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്നുണ്ടാവും. അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ മെയിൽ ഫീമെയിൽ ആൺകുട്ടി പെൺകുട്ടി ആണോ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ദേഹത്തും ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രജൻ കൂടുതൽ ഉണ്ടാകുന്നുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എക്സ്റ്റേണൽ ഓർഗൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും സർജറി ചെയ്ത്, പക്ഷെ അതിനൊരിക്കലും നാച്ചുറൽ ഫങ്ഷൻ കിട്ടുകയില്ല. അപ്പം അവർ പലരും അതിനകത്ത് ഡിപ്രഷനും ഇതൊക്കെ ചെയ്തു കഴിയുമ്പം ഡിപ്രഷനിലേക്കും മറ്റ് പ്രോബ്ലംസിലേക്കും പോകാം. കാരണം അവരുടെ ജെനറ്റിക്സ് ഓരോ സെല്ലും, നമുക്ക് ഓരോ സെല്ലിനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. ഓരോ സെല്ലും അവിടെ ഒരു ജെനറ്റിക് ഫോർമേഷൻ ഉണ്ട്. അതും കൂടെ ഞാൻ ഈ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഇത്ര ഡീവിയേറ്റ് ചെയ്ത്, എന്നാലും ഈ മെറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അത് ഇത്ര റാമ്പന്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രഗ്നന്റ് ലേഡീസിന് ഉപയോഗിക്കുന്നുള്ളത് കൊണ്ടും കൂടെയാണ് ഞാനിത് പറയാൻ കാരണം. കാരണം ഈ അവയർനെസ് നമ്മൾ പബ്ലിക് കുറച്ചും കൂടെ ഉണ്ടാക്കണം. നമ്മളുടേത് മാത്രമല്ല, സ്വന്തം എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചങ്ങ് പോയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഈ കഴിച്ചിട്ട് വിടുന്ന ഇതെല്ലാം നമ്മൾ യൂറിനിൽ കൂടെ, നമ്മളെല്ലാം വേസ്റ്റും യൂറിനിൽ കൂടെ അല്ലെങ്കിൽ മലത്തിൽ കൂടെയാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം ഫൈനലി നമ്മളുടെ റിവറിലേക്കും കായലിലേക്കും നമ്മുടെ ഫൈനലി ഇതെല്ലാം വരുന്നത് ചെടികളിലേക്കും എത്തി തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. അപ്പം മൊത്തത്തിൽ അവയർനെസ് വന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷനെ ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കെമിക്കൽസുകളെല്ലാം നമ്മൾക്കൂടെ തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് വരും. അപ്പൊ അതും കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡയബറ്റീസിൽ നിന്നാണേലും ഇങ്ങനത്തെ ഈ മരുന്നുകളിൽ നിന്നാണേലും നമ്മൾ കുറച്ചില്ലെങ്കിൽ അത് അവനവനും മറ്റുള്ളവർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.